ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അല്ല, ഇതെന്ത് ഇപ്പം ഇതുവരെ കാണിക്കണേ? ഒന്ന് മാറ്റണോ ഗൈസ്? ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോണ ഗെയിമേ നമ്മളെ മറ്റേ റാലി ഹൊറൈസൺ എന്ന് പറയുന്ന ഗെയിമാട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ആണെങ്കിൽ GTR വെച്ചാൽ ഇന്ന് റേസൊക്കെ ചെയ്തേ. അതാണ് ഈ കാറ് വെച്ചായിരുന്നു നമ്മൾ മറ്റേ റേസ് ചെയ്തത്. ഇത് നൈസ് കാറായിരുന്നു കേട്ടോ ഗൈസ്. ഇന്ന് പക്ഷെ കളിക്കാൻ ഏത് കാർ വെച്ചാൽ കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ BMW കാറാണ് ഗൈസ്. BMW N8 അല്ല, BWN എന്നാ ഇതിൽ അല്ല, അങ്ങനെയല്ല, നമുക്ക് ഈ കറക്റ്റ് പേര് തന്നെ വിളിക്കാം. BMW M8N പെർഫോമൻസ്. ആ കാർ വെച്ചാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റേസ് കളിക്കാൻ പോകുന്നത്. ഇത് പിന്നെ ഗൈസ് നൈസ് കാറാട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ ഫേവറേറ്റ് കാറാണ് ഇത്. നമുക്ക് ഇപ്പം തന്നെ പോയി ഈ വേൾഡ് ടൂറ് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. അപ്പം ആദ്യത്തെ ലെവലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 3, 2, 1 ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ റേസൊക്കെ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ പഠിച്ചോ, നമ്മൾ ആദ്യമേ തന്നെ ഹസാൻ എന്ന് പറയുന്ന ഒരാൾ വെട്ടിച്ചു ഗൈസ്. അടുത്തവരെ വെട്ടിക്കണം കേട്ടോ. ഇവന്മാരെ അങ്ങോട്ടാണ് കയറി പോണേ. അവിടെ നിങ്ങളെയൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്യും കേട്ടോ. ഓവർടേക്ക് ചെയ്തിട്ടാണ് ഞാൻ കയറി ഫസ്റ്റ് അടിക്കുകയുള്ളൂ ഗൈസ്. നിങ്ങൾ പിന്നെ ഒരാളുടെ പേര് ശ്രദ്ധിച്ചാ? ഒരുത്തൻ്റെ ഒരാളുടെ പേര് രണ്ടും സെയിമാ. ഇത് കണ്ടില്ലേ? ഇവൻ്റെ പേരും ഡാരിൽ നിന്നും മറ്റവൻ്റെ പേരും ഡാരിൽ നിന്നാ. അതെന്താണോ ഗൈസ് ഇങ്ങനെ? എന്താന്ന് മനസ്സിലായിട്ടില്ല. കണ്ടില്ലേ? ഇവൻ്റെ പേരും ഡാരിൽ നിന്ന് എഴുതി വെച്ചേക്കണം, മറ്റവന് ഡാരിൽ. ഇതെന്താ ഗൈസ് നടക്കണം ഈ ഗെയിസിൽ? അതൊന്നുമില്ലാട്ടെ, നമ്മളിപ്പോൾ റേസ് കംപ്ലീറ്റ് ചെയ്തില്ലേ, അത് മതി. നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തോട്ടോ. ഓ, ഇത് പിന്നെ കണ്ടില്ലേ? 2 ഡാരിലുണ്ട് ഈ റേസ്. അതെങ്ങനെ ആട്ടെ ഗൈസ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടോ. മാത്രമല്ല, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എൻ്റെ വണ്ടിക്ക് പവർ കൂട്ടാനായിട്ട്. എനിക്ക് സബ്സ്ക്രൈബ് അടിച്ചാലേ എൻ്റെ വണ്ടിക്ക് പവർ കൂടും, നിങ്ങൾക്കറിയാത്തയാ. പിന്നെ സബ്സ്ക്രൈബ് മാത്രമല്ല, ഈ കമൻറ്റും ചെയ്യണം, ഷെയറും ചെയ്യണേ, എല്ലാം ചെയ്യണം. നമുക്കപ്പോൾ അടുത്ത റേസിൽ പോയി കയറാം ഗൈസ്. പിന്നെ അടുത്ത റേസ് ആയിരിക്കും ഡ്രിഫ്റ്റ് റേസ് ആണോ? അതായത് അവിടെ എനിക്ക് ചാൻസ്. ഓ ഗൈസ്, ഡ്രിഫ്റ്റ് റേസ് അല്ല കേട്ടോ, വേറെ റേസാണ്. നമുക്കപ്പം ആ റേസിലൊന്ന് ജയിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഇത് പിന്നെ കണ്ടില്ലേ ഗൈസ്? BMW 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാനും, ഒന്നാ ഫ്രണ്ടിൽ പോകുന്ന റെഡ് കാറ്, അതാ BMW. പിന്നെ ഒരു ബ്ലാക്കും ഒരു യെല്ലോ വണ്ടി, അത് സൂപ്പറാണ് രണ്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇപ്പം തന്നെ ഫസ്റ്റ് പൊസിഷനെ കയറി. നമ്മളെന്തൊക്കെ സംഭവിച്ചാലും ഈ റേസ് ജയിക്കുക കേട്ടോ. ബാക്കി എല്ലാവരും അയ്യ ഗൈസ് ഒരുത്തം കറിയാന്നാട്ടാ. അവന്മാരെ ഓവർടേക്ക്, അവന്മാരെ ദൂരെ നിൽക്കുക. അവന്മാർക്ക് ഇനി നമ്മളെ കിട്ടത്തില്ല, കാരണം നമ്മൾ ഓവർ സ്പീഡിലാണേ പോണേ. എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഈ റേസ് ജയിക്കണം, അവന്മാർ ജയിക്കാൻ പാടില്ല. ഒരുത്തം കയറുന്നുണ്ട് ഗൈസ്, ഒരുത്തം കയറിയായിരുന്നു. ഓക്കെ, അവൻ പോയി ഗൈസ്. ഇപ്പം നമുക്ക് ഭയങ്കര സ്പീഡിൽ പോകട്ടെ. ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകും. ബ്രേക്കൊക്കെ ഇടയ്ക്ക് ചവിട്ടണം. അതോ ഗൈസ് അവിടെ ഏതോ ഒരു പൊട്ടൻ മറിഞ്ഞ് കിടക്കുക. അവരും എനിക്ക് വണ്ടി ഓടിച്ചൂടെ? വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്തിനാ റേസിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിടക്കണേ? അതും ഒരു അറിയത്തില്ല ഞാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഇപ്പം മറിഞ്ഞിങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റില്ല ഗൈസ്. പിന്നെ നമ്മുടെ BMW നൈസ് കാറാട്ടോ, ഒരു രക്ഷയില്ല, നല്ല സ്പീഡിൽ പോകുന്നുണ്ടേ. ഈ വണ്ടിക്ക് നല്ല പെർഫോമൻസും ഉണ്ട്. ഇവനിപ്പോഴും ഇവിടെ മറിഞ്ഞ് കിടക്കുക. ജാക്സണിനെ ഒന്ന് രക്ഷിച്ചേക്കാം. ഓ ഗൈസ്, ഞാൻ നല്ല ഫ്ലൈറ്റ് ടൈം ഒക്കെ ചെയ്ത്, അതിപ്പോൾ അതായത് നല്ല കാര്യമായി ഗൈസ്. നമ്മൾ ഈ റേസിൽ ഫസ്റ്റ് അടിച്ച്, ഓൾവേസ് ഫസ്റ്റാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ ഒരു റേസിൽ സെക്കൻഡ് അടിക്കില്ല. നമ്മളെല്ലാ റേസിലും ഫസ്റ്റ് അടിക്കും ഗൈസ്. അടുത്ത റേസിൽ എനിക്ക് ഒന്ന് A ടൈപ്പ് വണ്ടി പറ്റുമെന്നോ, X ടൈപ്പ് പറ്റാതിരുന്നാൽ മതിയായിരുന്നു. A ടൈപ്പ് പറ്റിയിരിക്കണേ.
എന്തൊക്കെ സംഭവിച്ചാൽ ഈ കാർ കൊള്ളാം കേട്ടോ. ഈ കാർ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ റേസിലും ജയിക്കുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കാര്യം ഗൈസ്. അപ്പോൾ അടുത്ത റേസ് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ ഇരിക്കുമെന്നേ അറിയണ്ടേ. അപ്പോൾ നമുക്ക് പോയി അടുത്ത റേസ് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഓ ഇത് ഡ്രിഫ്റ്റ് റേസാണ് കേട്ടോ. എനിക്ക് തോന്നി ഗൈസ് അടുത്ത റേസ് ഡ്രിഫ്റ്റ് റേസ് ആയിരിക്കുന്നത്. ഓ എന്തിനീ സ്റ്റാർട്ടൊക്കെ ഗൈസ്. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഡ്രിഫ്റ്റ് അടിച്ച് ഇറങ്ങാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തുവാ എന്ത് കിട്ടാനാ. ഓക്കെ ഈ കളർ സംഭവം കിട്ടത്തില്ല. PT. ഓ ഞാൻ പിന്നെ നല്ലോണം PT എടുക്കുന്നുണ്ട് കേട്ടോ. ഓ നല്ല PT ഉണ്ട് എനിക്ക്. ഓ ഇവർക്കൊക്കെ എത്ര PT കിട്ടുമെന്ന് ആർക്കറിയാം. നമ്മളൊക്കെ നല്ല PT എടുക്കും ഗൈസ്. നമുക്ക് നല്ല PT എടുക്കാനുള്ള കഴിവുണ്ട്. ഇതുണ്ടില്ലേ നമ്മൾ നല്ല PT എടുക്കും. PT എന്നുള്ള സംഭവം ഇപ്പോൾ 3 ഇൻറ്റു ആയി കേട്ടോ. ഇപ്പോൾ 1000 ഇൻറ്റു ഒക്കെ ആയി ഗൈസ്. അപ്പോൾ ഒന്നാമത്തെ ലാപ്പ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇപ്പോൾ 3rd പൊസിഷനായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലേ, നമ്മൾ ഓൾവേസ് ഫസ്റ്റ് അടിക്കണം. ഓൾവേസ് സെക്കൻഡ് അടിക്കരുത്. ഓൾവേസ് ഫസ്റ്റ് വേണം. ഫസ്റ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിലും. പക്ഷെ എൻ്റെ പൊന്നെ അതെന്തുട്ടാ ഗൈസ്. ഗൈസ് ഞാനിവിടെ വട്ടമൊക്കെ അടിച്ചോട്ടെ. അതിപ്പം നല്ല കൊള്ളാം. നമ്മൾ പിന്നെ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആക്കിയാലും റിവേഴ്സ് ഡ്രിഫ്റ്റ് എടുത്ത് ഉടയ്ക്കും. പക്ഷെ എൻ്റെ പൊന്നെ ഇത് എന്ത് ഗൈസ്. പടച്ച് കയറ്റിയിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പടച്ച് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കാര്യം പറയാം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കുക. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത. പിന്നെ ഗൈസ് നമ്മൾ ഈ റേസിൽ ഫസ്റ്റ് അടിക്കാൻ നോക്കണം എപ്പോഴും. ബാക്കിയുള്ളവരെയൊക്കെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടി നോക്കണ്ടേ. അതെന്തെങ്കിലും ആട്ടെ. പിന്നെ എല്ലാവരും ഈ വീഡിയോ റീമിക്സ് ചെയ്യണം കേട്ടോ. റീമിക്സ് ഒക്കെ ചെയ്താലേ ഉള്ളൂ നമുക്ക് പിന്നെ എന്തുവാ പലതും ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പം വിഷയമല്ല, നമുക്ക് നോക്കി വെക്കാം. പിന്നെ നമുക്ക് പടച്ചിടാം കേട്ടോ. സമയമില്ല, നമുക്ക് PT ഒത്തിരി എടുക്കണേ. മേക്ക് ദിസ് റേസ് ഗ്രേറ്റ്. ഓ ഗൈസ് ഇപ്പോൾ 1000ൻ്റെ മേടി എടുത്തു PT. ഓ എൻ്റെ പൊന്നെ. ഓ ഗൈസ് ഞാൻ ഫസ്റ്റ് അടിച്ചിട്ട് ഫസ്റ്റ് അടിച്ച്. ഈ ഗൈസ് ഈ പ്രാവശ്യം ഡ്രിഫ്റ്റ് അടിച്ചില്ല. അതെന്താണാവോ ഗൈസ് ഡ്രിഫ്റ്റ് അടിക്കാതെ ഇരുന്നത്. പക്ഷെ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ച്, അതാ ഏറ്റവും വലിയ കാര്യം ഗൈസ്. അപ്പോൾ സ്കിപ്പ് അടിക്കാം. മേക്ക് ദിസ് റേസ് ഗ്രേറ്റ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത റേസിൽ ചിലപ്പം A ടൈപ്പ് അല്ലായിരിക്കും, X ടൈപ്പാണ്. നോക്കി നോക്കാം ഗൈസ്. അതെ ഗൈസ് ഈ റേസിൽ X ടൈപ്പാണ്. നമുക്കിത് പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന കാർ എടുക്കാം. ഇനി ഇവിടേക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഈ കാർ വെച്ചിരുന്ന് റേസൊക്കെ നടത്തിയായിരുന്നു. ഇത് പിന്നെ മറ്റേ ഇതിനെക്കാട്ടും റെയറാട്ടാ. എവറേഞ്ചിനേക്കാളും എക്സ്ട്രീം ഫ്ലൈ, അതായി വണ്ടിയുടെ പേര്. നമുക്കപ്പോൾ ഇത് വെച്ച് റേസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ ഈ വണ്ടി വെച്ച് റേസ് നടത്താം. ഓക്കെ 3, 2, 1 ഗോ. എൻ്റെ വണ്ടിക്ക് സ്പീഡൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ ഇവന്മാരൊക്കെ എന്നാ സ്പീഡിൽ പോണേ. ഗൈസ് അതൊന്നും വിഷയമല്ല, നമ്മുടെ വണ്ടിയല്ലേ പവർഫുള്ള്. നമുക്ക് ഏറ്റവും പവർഫുൾ വണ്ടി കിട്ടിയേക്കണം. അപ്പോൾ നമ്മളായിരിക്കും ജയിക്കുക. എന്താ നീ ഇപ്പോഴും ഞെട്ടിയ? എന്നാൽ പിന്നെ ശരിയപ്പോൾ ഞാൻ കയറ്റി അങ്ങ് വിടുക. നീ പിന്നെ എപ്പോഴെങ്കിലും വന്നാൽ മതി, പിന്നെ എപ്പോഴെങ്കിലും. ഗൈസ് അപ്പം ഞാൻ പിടച്ചു കേട്ടോ. ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മച്ചി നൈസായിട്ട് വണ്ടി ഒന്ന് ഇടിച്ചു. അതിപ്പോൾ ഒന്നും വിഷയമല്ല, നമുക്കപ്പോൾ പിടച്ചു വിടാം. ഈ വണ്ടി പിന്നെ എക്സ്ട്രീം ഫ്ലൈ ആണ് എൻ്റെ പേര്. മറ്റേത് എവറേഞ്ച് എന്നാണ് മറ്റേ വണ്ടിയുടെ പേര്. ചിലവർ വേറെ ഏതോ മോഡൽ വണ്ടി എടുത്തിട്ടുണ്ട്. എന്താണോ അതിതിൻ്റെ ഒറിജിനൽ വണ്ടിയായി. ഇത് മൊത്തം കസ്റ്റമൈസ്ഡ് കാറാണ്. മറ്റേത് ഒറിജിനൽ വണ്ടി. എങ്കിലാട്ടെ. ഓ പിന്നെ വണ്ടിയും ചെറുതായിട്ട് തട്ടി. അതിപ്പോൾ ഒന്നും വിഷയമല്ല ഗൈസ്. നമുക്ക് വണ്ടി ഓടിച്ചെങ്ങനെ ജയിക്കല്ലേ ചെയ്യണ്ടേ.
അപ്പോൾ പോയി ജയിക്കാം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി കിടക്കണമെന്ന് എനിക്കറിയുന്നില്ല. നമുക്ക് പിന്നെ ഈ ഒരു ക്യാമറ വെച്ച് ഓടിച്ച് നോക്കാം. ഓ ഗൈസ്, ഇൻസൈഡ് ഡ്രൈവ് കൊള്ളാട്ടെ, നൈസ് ഡ്രൈവിങ്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് ഡ്രൈവിലൊന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ സ്പീഡൊന്ന് ജസ്റ്റ് കുറയ്ക്കാം. ഇനിയിപ്പോൾ സ്പീഡിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ജയിച്ചു. റേസ് ജയിച്ചെങ്കിൽ എന്തിനാ സ്പീഡ് കൂടുതൽ, പതുക്കെ പോയി ജയിച്ചാൽ പോരെ. ആദ്യം മാത്രം സ്പീഡ് യൂസ് ചെയ്താൽ മതി, പിന്നെ കുഴപ്പമില്ലാതെ. ഗൈസ്, എന്തൊക്കെ സംഭവിച്ചാൽ ഈ വണ്ടി ഉള്ളതുകൊണ്ട്, ഈ വണ്ടി മറ്റേ BMW ഉള്ളതുകൊണ്ട് എല്ലാ റേസിലും നമ്മൾ ജയിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം. അതെങ്കിലും ആട്ടെ, എല്ലാ സംഭവം എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ചെയ്യണ്ട. ഇനിയിപ്പോൾ പക്ഷേ നമുക്ക് BMW കാണാം കേട്ടോ, നല്ലയുള്ള അടുത്ത റേസ് ജയിക്കാൻ പറ്റുള്ളൂ. അടുത്ത പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, കുറച്ചുകൂടെ റെയറാണ്. ഇതിൽ പിന്നെ പല റേസും ഉണ്ട് കേട്ടോ, പക്ഷെ ക്യാരി മോഡ് തീർന്നു. ഓ ഗായ്സ്, മൗണ്ടനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാനിയണായി, ക്യാനിയൺ. മൗണ്ടൻ കഴിഞ്ഞ് ക്യാനിയൺ. അപ്പോൾ നമുക്ക് ക്യാനിയനിലോട്ട് പോവാം. അപ്പോൾ ക്യാനിയനൊക്കെ ഗൈസ് ഭയങ്കര ചൂടാന്ന് തോന്നുന്നു ക്യാനിയണി. ഓ വൈകുന്നേരം സമയം കേട്ടോ. അയ്യോ ഗൈസ്, എന്തിനാ ഞാൻ ഇൻസൈഡ് ഡ്രൈവ് എടുത്ത് വെച്ചേക്കണേ. ഓ ഈ ക്യാമറ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഈ ക്യാമറ നല്ല സീന്. ഈ ക്യാമറ രക്ഷയില്ല. പക്ഷേ ആ ക്യാമറ വേണ്ട. ഇപ്പോൾ തന്നെ മാറി നിൽക്കണം അങ്ങോട്ട്, ഞാനൊന്ന് കയറിപ്പോക്കോട്ടെ. ഗൈസ്, ഇത് എന്നെ വലിയ സിമ്പിൾ റേസാണ് ഗൈസ്, സുഖമായിട്ട് ജയിച്ചല്ലോ. പക്ഷെ ഞാൻ ടോപ്പ് സ്പീഡ് നോക്കിയില്ല. അത് നമുക്ക് അടുത്ത റേസിൽ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് അടുത്ത റേസും കൂടി നോക്കി നോക്കാം, അതിൽ പറ്റുമോ ഇല്ലേന്ന്. അടുത്ത റേസിൽ എന്തായാലും പറ്റും, അത് ഉറപ്പാണ്. നമുക്കപ്പോൾ അടുത്ത റേസിൽ നോക്കി നോക്കാം. എന്തൊക്കെ സംഭവിച്ചാലും അടുത്ത റേസിലും ജയിക്കണം, അതിപ്പോൾ എന്തായാലും വേണ്ടേ ആണ്. ഇതാണ് അടുത്ത റേസ്. ഇതും കൂടി കളിച്ച് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ വീഡിയോ അങ്ങ് നിർത്തോട്ടെ. ഇനിയിപ്പോൾ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഇനിയന്മാരെ വെട്ടിക്കണം. ഇവന് ഇത് ആരാണാവോ? ഓ ഫ്രണ്ടിൽ രണ്ടുപേര് പോകുന്നുണ്ട്, റേനായും മോനാന്നും പറഞ്ഞ്. ഇവന്മാർ രണ്ടുപേരും വെട്ടിക്കാം. ഓ റേന ഏറ്റവും ഫ്രണ്ടിൽ പോണേ. അപ്പോൾ നമുക്ക് റേനേനെ എടുത്ത് ഓവർടേക്ക് ചെയ്യാം. റേന എന്നാൽ പിന്നെ ശരിയാ പോയി, നീ പോർഷ വരെ കൊണ്ടുവന്നോ, അപ്പോഴും ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യും. അത്രയ്ക്കായാ? ഗൈസ്, ഇതിപ്പോൾ എന്തായേ? അല്ല, ഇതിപ്പോൾ എന്തായി ഗൈസ്? ഞാൻ റിപ്ലൈ അന്ന് തുറക്കുന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഫാസ്റ്റ് ഫോർവേഡ് അല്ല, റിവൈൻഡ് കാണിച്ചു തരാം. അതെ, ഞാനിവിടുന്ന് വണ്ടി ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. എന്നിട്ട് ഞാൻ റെയിനെ വെട്ടിക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ വീലിങ്ങനെ വളഞ്ഞിരുന്നു. എന്നിട്ട് അവൻ എന്നെ തട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയേ. അപ്പോൾ നോക്കി റിവൈൻഡ് അടിച്ചിട്ട് പോവാം. ഇപ്പം തന്നെ 100 കടന്നു കേട്ടോ. അതല്ലേ BMW അങ്ങനെയാണ്, പെട്ടെന്ന് കടന്ന് 100 കടന്നു. 100 അല്ല, ഇപ്പം തന്നെ 200 കടന്നു. അപ്പോഴാ ഈ വണ്ടിയൊക്കെ എങ്ങനെ കിടക്കുമെന്ന് ആർക്കറിയാം. നമ്മൾക്ക് ഏറ്റവും പവർഫുൾ കാറുള്ളേ. ഇവന്മാരെയൊക്കെ എങ്ങനെ വെട്ടിക്കാനാ? അവർ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ റേസ് ആകാം 3 ലാപ്പേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്തു. നമുക്കൊന്നും വിഷയമല്ല റേസ്. പിന്നെ ഈ ഗെയിമിലെ വണ്ടികളെ എവിടെ പോയിട്ട് ശക്തിക്കിടിച്ചാലും വണ്ടിക്ക് ഡാമേജ് വരത്തില്ല. പക്ഷേ വേറൊരു ഗെയിമുണ്ട്, എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ. ആ ഗെയിം കളിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് പറയുക. ആ ഗെയിം നമ്മൾ കളിക്കുമ്പോഴേ എവിടെയെങ്കിലും പോയി ഇടിച്ചേറ്റിയാൽ ആ വണ്ടിക്ക് ആ ഗെയിമിലെ വണ്ടികൾക്ക് അപ്പം തന്നെ ഡാമേജ് ആവും. പക്ഷെ ഡാമേജ് ആയാലും കുഴപ്പമില്ല, നമുക്ക് മറ്റേ റിപ്പയർ ബട്ടനുണ്ട്, അതിൽ പിടിച്ച് റിപ്പയർ ചെയ്യാം. പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ആ ഗെയിമിൽ, അതിൽ ക്യാരി മോഡ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. പണ്ടൊന്നും ക്യാരി മോഡ് ഇല്ലായിരുന്നു. അന്നാണോ ഗൈസ്? എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എന്താണ്ടേ ഈ ഗൈസ് വേണ്ട ഗൈസ്.
ആ പോ കയറ്റിയിട് നമുക്കപ്പോൾ പടച്ചിടാ കയറ്റിയിട് എടാ BMW കയറ്റിവിടാടാ BMW M8 കയറ്റിവിട് ഒന്നും നോക്കണ്ട നീ ഒരു കാര്യം നോക്കണ്ട നീ കയറ്റിവിട് ഓ പോ കയറ്റിവിട് ഒരാളും പുറകിലില്ല ലെറ്റ്സ് ഗോ യെസ് ഗൈസ് നമ്മളങ്ങനെ റേസിൽ ഫസ്റ്റ് അടിച്ച് ഗൈസ് ഓക്കെ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തെ ആ ബെല്ലൈക്കണം കൂടി അടിച്ചാൽ എനിക്ക് സപ്പോർട്ട് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്കാണ് എല്ലാവർക്കും ഗുഡ് ബൈ പക്ഷെ എൻ്റെ പൊന്നെ എനിക്ക് ടേണിംഗ് കാർഡ്സ് എങ്ങനെയൊക്കെ കിട്ടി എന്തെങ്കിലും ആവട്ടെ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയുടെ കാര്യം അടുത്ത വീഡിയോ നോക്കാം